ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. വെള്ളക്കൂവ, മഞ്ഞക്കൂവ, നീലക്കൂവ. അപ്പോൾ ഇത് വെള്ളക്കൂവ അഥവാ ആരോ റൂട്ടാണ്. ഇതിൻ്റെ ഇലകൾ നല്ല നീളമുള്ളതായിരിക്കും. ഇതിൻ്റെ ഇലയുടെ തണ്ട് ഒരു ഇളം മഞ്ഞ നിറത്തിലുള്ളതായിരിക്കും. ഇതിൻ്റെ കിഴങ്ങ് നല്ല വെള്ളയായിരിക്കും. അപ്പോൾ ഇതാണ് സാധാരണ എല്ലാവരും കൂവപ്പൊടി തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി മറ്റ് കൂവകളും കൂടെ പരിചയപ്പെടുത്താം. ഇത് മഞ്ഞക്കൂവയാണ്. മഞ്ഞക്കൂവയുടെ ഇലയുടെ കുറുകെ ഒരു ഓറഞ്ചും കറുപ്പും കലർന്ന ഒരു കളറായിരിക്കും. അപ്പോൾ ഇത് സാധാരണ കസ്തൂരിമഞ്ഞളാണെന്ന് എല്ലാവരും തെറ്റിദ്ധരിക്കാറുണ്ട്. അപ്പോൾ ഞാനിത് കസ്തൂരിമഞ്ഞളാണെന്ന് കരുതി നട്ടുവെച്ചതായിരുന്നു. പിന്നീടാണ് അറിഞ്ഞത് ഇത് മഞ്ഞക്കൂവയാണെന്ന്. ഇതുപയോഗിച്ച് ചിലരൊക്കെ കൂവപ്പൊടി തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇലകളും നല്ല നീളമുള്ളതായിരിക്കും. ഇത് സൂര്യപ്രകാശം കൂടുതലുള്ള സ്ഥലങ്ങളിൽ വളരുന്നതാണെങ്കിൽ ഇതിൻ്റെ ഇലയുടെ മുകളിലുള്ള കളറ് നല്ല ക്ലിയറായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് മഞ്ഞക്കൂവയുടെ കിഴങ്ങ്. ഇത് നല്ല മഞ്ഞ നിറമുള്ളതായിരിക്കും. അപ്പോൾ ഇത് മുറിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നല്ല മഞ്ഞ നിറമായിരിക്കും. ഇത് അധികം വിളയാത്ത കിഴങ്ങായതുകൊണ്ടാണ് അധികം കളർ തോന്നാത്തത്. ഇപ്പോൾ കസ്തൂരി മഞ്ഞളാണെങ്കിൽ കിഴങ്ങ് മുറിച്ച് നോക്കുമ്പോൾ അകത്ത് ഒരു ക്രീം കളറായിരിക്കും. അതുപോലെ തന്നെ കസ്തൂരി മഞ്ഞളിൻ്റെ ഇലയുടെ കുറുകെ ഒരു വെള്ള കളറോ അല്ലെങ്കിൽ ഒരു ഇളം പച്ച നിറമോ ആയിരിക്കും കുറുകെയുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഈ മഞ്ഞക്കൂവയും കസ്തൂരി മഞ്ഞളും നമ്മൾ തിരിച്ചറിയുന്നത്. അടുത്തത് നീലക്കൂവയാണ്. ഈ നീലക്കൂവയുടെ ഇലയുടെ കുറുകെ ഒരു കറുപ്പ് കലർന്ന ഒരു നീല കളറ് കാണും. അത് ഇലയുടെ പകുതി ഭാഗം മാത്രമേ കാണത്തുള്ളൂ. അപ്പം കരിമഞ്ഞളാണെങ്കിൽ ഇതിൻ്റെ ഇലയുടെ ഫുൾ ഭാഗവും താഴെ തൊട്ട് മുകൾ വരെ ഒരു കറുപ്പ് കളറായിരിക്കും. അങ്ങനെയാണ് ഈ നീലക്കൂവയും കരിമഞ്ഞളും തിരിച്ചറിയുന്നത്. അപ്പോൾ ചിലർ ഈ നീലക്കൂവ കരിമഞ്ഞളാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. ഇനി നീലക്കൂവയുടെ വിത്ത് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നീലക്കൂവയുടെ വിത്ത്. അപ്പോൾ ഇത് നമ്മൾ മുറിച്ച് കഴിയുമ്പോൾ ഇതിനകം നീല കളറായിരിക്കും. ഇതായതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ അധികം വിളയാത്ത നീല കളർ കാണില്ല. നല്ല വിളഞ്ഞതാണെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗം നല്ല നീല കളറായിരിക്കും. അപ്പോൾ ഇതാണ് നീലക്കൂവയുടെ വിത്ത്. അപ്പോൾ കരിമഞ്ഞളുടെ വിത്ത് ഇവിടെ ഇല്ല, എങ്കിലും കരിമഞ്ഞളിനെ കുറിച്ച് പറയാം. ഇപ്പോൾ കരിമഞ്ഞളാണെങ്കിൽ മുറിച്ച് കഴിയുമ്പോൾ ഉൾഭാഗം നല്ല കറുപ്പ് കളറായിരിക്കും. അതുപോലെ ഈ നീലക്കൂവയുടെ ചുവട്ടിലായിട്ട് ഇതുപോലെ കണ്ടില്ലേ, ഒരു നീല കളർ പോലെയുള്ള വിത്തുകൾ ഇങ്ങനെ മുളച്ച് വരും. അങ്ങനെയും ഇത് നീലക്കൂവയാണെന്ന് തിരിച്ചറിയാം. ഈ നീലക്കൂവ ഉപയോഗിച്ച് കൂവപ്പൊടിയൊക്കെ തയ്യാറാക്കാറുണ്ട്. ഇത് മാങ്ങ ഇഞ്ചിയാണ്. വെളുത്ത മഞ്ഞളെന്നും ഇതറിയപ്പെടുന്നുണ്ട്. കാരണം ഇതിൻ്റെ കിഴങ്ങ് നമ്മൾ മുറിച്ച് നോക്കുമ്പോൾ നല്ല വെള്ള കളറായിരിക്കും. അപ്പോൾ ഇത് സാധാരണ നമ്മൾ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മാങ്ങയ്ക്ക് പകരമായിട്ടൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. കാരണം ഇതിന് മാങ്ങയുടെയും ഇഞ്ചിയുടെയും മണമാണ് ഉള്ളത്. അതുപോലെ ഇഞ്ചിക്ക് പകരമായിട്ടും ഒക്കെ നമുക്ക് ഈ കറികളിലും അച്ചാറിലുമൊക്കെ നമുക്ക് ഇഞ്ചിക്ക് പകരമായിട്ട് ഈ മാങ്ങ ഇഞ്ചി ഉപയോഗിക്കാവുന്നതാണ്. ഈ മാങ്ങ ഇഞ്ചിയുടെ ഇല മഞ്ഞളിൻ്റേത് പോലെയാണ് ഉള്ളത്. നീണ്ട ഇലകളാണ് ഈ മാങ്ങ ഇഞ്ചിക്കുള്ളത്. ഇഞ്ചിയുടേതുപോലെ ഒരു ചെറിയ എരിവും ഇതിനുണ്ട്. ഇത് സാധാരണ എല്ലാവരും സുഗന്ധവ്യഞ്ജന വിളയായിട്ട് നട്ടു വളർത്താറുണ്ട്. ഇനി വെള്ളക്കൂവയുടെ നടീൽ രീതി എങ്ങനെയാണെന്ന് നോക്കാം. മഴ പെയ്ത് നന്നായിട്ട് ഇളകിയ മണ്ണാണ് കൃഷി ചെയ്യാൻ തിരഞ്ഞെടുക്കേണ്ടത്. അതുകൊണ്ട് മഴ പെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് കൂവ കൃഷി ചെയ്യാവുന്നതാണ്. നന്നായിട്ട് മണ്ണ് അറഞ്ഞെടുക്കണം. കാരണം ഇതിൻ്റെ വേരുകളൊക്കെ പൊട്ടി നന്നായിട്ട് കിഴങ്ങ് പിടിക്കേണ്ടതാണ്. അതിനുശേഷം ഇതുപോലെ ചെറിയ കുഴികളായി എടുക്കണം.
ഇപ്പോൾ കൂവ നടാനായിട്ട് ഇതുപോലെ ചെറിയ കൂവയുടെ തൈകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ കൂവയുടെ തൈകൾ ഉപയോഗിച്ചാണ് ഞാൻ നടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കിഴങ്ങ് ഉപയോഗിച്ചും നടാവുന്നതാണ്. അപ്പം ചിലതിലെല്ലാം കിഴങ്ങ് പിടിച്ചിട്ടുണ്ട്, ചിലതിൽ കിഴങ്ങായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് നട്ടു കൊടുത്താലും നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഒരു തടത്തിൽ 2 എണ്ണോ അല്ലെങ്കിൽ 1 ഒക്കെ വെച്ച് നമുക്ക് നടാവുന്നതാണ്. ഈ കൂവ കൃഷിക്ക് വലിയ പരിചരണങ്ങളൊന്നും ആവശ്യമില്ലാത്തതാണ്. കാരണം നമുക്കിത് എവിടെ കൊണ്ട് വെച്ചാലും ഇത് കിളിർത്ത് വരുന്നതാണ്. വലിയ വളങ്ങളൊന്നും ഇതിന് കാര്യമായിട്ട് കൊടുക്കണമെന്നില്ല. അപ്പം ഇവിടെ ചാരം മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ചാരം എല്ലാ കുഴികളിലേക്കും ഇട്ട് കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ജൈവവളങ്ങളും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എല്ലാ കുഴികളിലും ഇതുപോലെ ചാരം ഇട്ട് കൊടുക്കണം. നമുക്ക് കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ ചെറിയ കുഴികളെടുത്ത് കൂവ നട്ടുപിടിപ്പിക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇതുപോലെ കൂവ ചെടിയാണ് നടുന്നത്. അപ്പം ഒരു കുഴിയിൽ 2 കൂവച്ചെടിയാണ് നടുന്നത്. കണ്ടില്ലേ, ഇതുപോലെ ഇതിൽ ചെറിയ മുളകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കിഴങ്ങ് ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കിഴങ്ങ് ഇതുപോലെ നമുക്ക് എടുത്ത് മുറിച്ച് നമുക്ക് നടാവുന്നതാണ്. ഇതിൻ്റെ 2 തുമ്പ് മുറിച്ച് നടാം, അതല്ലാന്നുണ്ടെങ്കിൽ ആ കിഴങ്ങ് മുഴുവനായിട്ടും നടാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ഞാൻ നട്ട് കാണിച്ചു തരാം. നന്നായിട്ട് മണ്ണ് ഇതിന് ചുറ്റും വെച്ച് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് ഇതിൻ്റെ കിഴങ്ങുകളൊക്കെ ധാരാളം പൊട്ടി വരാനായിട്ട് ഇത് സഹായിക്കുന്നതാണ്. നന്നായിട്ടൊന്ന് ഉറപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഇതിൽ നന്നായിട്ട് കിഴങ്ങ് വന്നിട്ടുള്ളത് കൊണ്ട് ഇത് ഒരെണ്ണം മാത്രമേ ഒരു കുഴിയിൽ നടുന്നുള്ളൂ. ഇനി ഈ ചെടിയുടെ മുകൾ ഭാഗം മുറിച്ചും നടാം, അതല്ലാതെ ഇതുപോലെ മുഴുവനായിട്ടും നടാവുന്നതാണ്. അപ്പോൾ എങ്ങനെ നട്ടാലും ഇത് കിളിർത്ത് വരുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ മറ്റ് വീഡിയോസും കൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം.